അസ്സലാമു അലൈക്കും. അപ്പോ ഇന്ന് നമ്മൾ നെറ്റ് JRF ജനറൽ പേപ്പറിന്റെ ഡിസ്കഷൻ ആണല്ലേ. നിങ്ങളെല്ലാവരും നെറ്റ് JRF ഒരു ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോ നെറ്റ് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ജനറൽ പേപ്പർ എന്നിട്ടുള്ളത്. അപ്പം സബ്ജക്ട് പേപ്പറിനെ പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു പേപ്പറാണല്ലേ ജനറൽ പേപ്പറും. അപ്പം ജനറൽ പേപ്പറിന്റെ സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 10 മൊഡ്യൂളോളം നമുക്ക് കാണാൻ പറ്റും. ഇതില് ഓരോ മൊഡ്യൂളിനെ 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഓരോ കണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ മുന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാം നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആണ് വരുന്നത്. അപ്പോ നമ്മൾ പെട്ടെന്ന് കൃത്യമായിട്ട് ഒരു സിലബസ് പഠിച്ചു പോയാൽ തന്നെ പറ്റില്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താല് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് എന്ത് ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോ ചില യൂണിറ്റുകളിൽ നല്ല എളുപ്പമുള്ള യൂണിറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒരു അബവ് ആവറേജ് വരുന്ന യൂണിറ്റുകളും ഈ ജനറൽ പേപ്പറിലുണ്ട്. അപ്പോ ഇന്ന് നമ്മള് ലാസ്റ്റ് നടന്നിട്ടുള്ള അറബിക് എക്സാമിന്റെ ഡിസംബർ 2025 അറബിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 3 യൂണിറ്റ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ICT മൊഡ്യൂളും. ഇത് 3 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. റിസർച്ച് മൊഡ്യൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ റിസർച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ്, ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ പോസിറ്റീവ്സം ആൻഡ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച്, പിന്നെ റിസർച്ചിന്റെ മെത്തേഡ്, സ്റ്റെപ്പ്, തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, അപ്ലിക്കേഷൻ ഓഫ് ICT, എത്തിക്സ്, റിസർച്ച് എത്തിക്സ്. ഇത്രയും പോർഷൻ ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും, പക്ഷെ ഇതിന് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. കമ്മ്യൂണിക്കേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സിലബസിൽ വന്നിട്ടുള്ള പാർട്ടുകൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ പാർട്ടുകളാണ്. അപ്പൊ ഇതിലും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന്റെ മീനിങ്, ടൈപ്പ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഇത്രയാണ് കമ്മ്യൂണിക്കേഷനിലും വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ ഒരു മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാലും നമുക്കറിയാം ഒരു ട്വിസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് അധിക ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT ലെ. മറ്റ് റിസർച്ചിനെ പോലെയോ കമ്മ്യൂണിക്കേഷനെ പോലെയോ അല്ലാതെ ഇത് നിങ്ങൾ ഒരു 10th ലെവലില് IT ആ ഒരു രീതിയിലാണ് ICT വന്നിട്ടുള്ളത്. നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മളുടെ ഇന്റർനെറ്റ്, ഇമെയില്, ഓഡിയോ വീഡിയോ കോൺഫറൻസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതായത് കുറച്ചുകൂടെ ഗവൺമെന്റ് പദ്ധതി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണത്. പിന്നെ ICT ആൻഡ് ഗവേണൻസ്. പിന്നെ ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവേണ്ടത് അബ്രിവേഷൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ. ജനറൽ അബ്രിവേഷൻസും ആൻഡ് ടെർമിനോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും. മറ്റതെല്ലാം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു 3 മൊഡ്യൂളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് ഈ ഒരു നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മൊഡ്യൂളിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ 2025 ഡിസംബറിലുള്ള അറബിക് എക്സാമിന്റെ ജനറൽ പേപ്പറിലുള്ള ഈ മൊഡ്യൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ആൻസറും നിങ്ങൾ എന്ത് ചെയ്യുക,
ഇതിലൂടെ ചാറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു ആൻസേഴ്സിന്റെയും മറ്റു ഓപ്ഷനുകളുടെയും കുറച്ച് ഡിസ്ക്രിപ്ഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസർച്ച് ഏരിയയിൽ നിന്നാണ് അല്ലെ. റിസർച്ച് ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1ല് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ലിസ്റ്റ് 2ലും വന്നിട്ടുള്ളത്. അപ്പം ലിസ്റ്റ് എ അല്ലെ, എയിൽ പറയുന്നത് സ്നോബോള്, പേർപ്പസീവ്, കോട്ട ആൻഡ് കൺവീനിയൻസ്, ഇത്രയും സാമ്പിളിംഗ് ആണ് വന്നിട്ടുള്ളത്. ലിസ്റ്റ് 2ൽ എന്തുണ്ട്? ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. അപ്പോ ഏതാണ് അല്ലെ ഓപ്ഷൻസ് എ ബി സി ഡി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ചാറ്റിൽ നിങ്ങളുടെ ആൻസർ അറിയിക്കുക. ഞാൻ പറയാറുണ്ട്, തെറ്റിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഈവൻ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തെറ്റിപ്പോയി, ഇന്നൊരു ആൻസർ അന്ന് തെറ്റിയിരുന്നു എന്നുള്ളതെങ്കിലും നമ്മളുടെ മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. എനിക്കറിയാം നിങ്ങൾക്ക് ക്ലാസ് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളിത് ക്ലാസ്സിലേക്ക് വരും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മാത്രമുള്ള ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ. സ്നോബോൾ എന്താണ്? സ്നോബോൾ ഏതാണ്? സ്നോബോൾ അറിയോ? സ്നോബോൾ എന്ന് പറയുന്നത് ഏതാണ്? ഹാൻഡ് പിക്ഡ് കേസ് ഓഫ് ദ ബേസിസ് ഓഫ് ദ സ്പെസിഫിക് യൂസബിലിറ്റി ആണോ? ഇക്വാലന്റ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണോ? ചൂസിംഗ് ദ നിയറസ്റ്റ് ഇൻഡിവിജ്വൽ ടു സെർവ് ആസ് എ റെസ്പോണ്ടന്റ് ആണോ? ഐഡന്റിഫൈ അതർ റെസ്പോണ്ടന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇനീഷ്യൽ റെസ്പോൺസ് ആണോ? ഏതാണ് വരുന്നത്? എ എന്ന് പറയുന്നതിന്റെ 1 ആണ്, 2 ആണോ, 3 ആണോ, 4 ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ, എ ആണോ? ഞാൻ പറയുന്നത് ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓഡിയബിൾ അല്ലേ? ഓക്കെ, എ ആണ്, ബി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡി ആണെന്ന് പറയുന്നുണ്ട്. എല്ലാ ഓപ്ഷനിലെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് സ്നോബോൾ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നോബോൾ ടെക്നിക് എന്ന് പറയുന്നത് ഐഡന്റിഫൈ അതർ റെസ്പോണ്ടന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇനീഷ്യൽ റെസ്പോണ്ടിൽ. ആദ്യം ഒരാൾ കണ്ടെത്തിയിട്ട് പിന്നീട് അയാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അടുത്തുള്ള റെസ്പോണ്ടന്റിനെ കണ്ടെത്തുന്ന ഇതാണ് എന്ത്? സ്നോബോൾ ടെക്നിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പൊ സ്നോബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? ഐഡന്റിഫൈ അല്ലെ, ഒരു റെസ്പോണ്ടന്റിനെ ആദ്യം കാണും, എന്നിട്ട് അയാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? മറ്റുള്ള റെസ്പോണ്ടന്റിനെ കാണും. അതാണ് സ്നോബോൾ ടെക്നിക്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 4th ആണ്. അതിന്റെ പെർപ്പസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർപ്പസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാൻഡ് പിക്ഡ് കേസ് ഓഫ് ഓൺ ദി ബയാസ് ഓഫ് സ്പെസിഫിക് യൂസബിലിറ്റി. ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇക്വാലന്റ് ഓർ സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ആണ്. അപ്പൊ ക്വാട്ട എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥമാണ് എന്ത്? സ്ട്രാറ്റിസ്ഫൈഡ്. അപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് പ്രത്യേകിച്ച് റിസർച്ചിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതിലൊരു നോട്ട്, ഒരു പേജ് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങൾക്ക് കണക്ഷൻ വേർഡ്സ് പറഞ്ഞുതരും. ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ക്വസ്റ്റ്യനിലുള്ള ഒരു വേർഡും ആൻസറിലുള്ള വേർഡും എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അപ്പൊ അത് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ടില് ഒരു പേജ് നിങ്ങൾ അതിനായിട്ട് ഒഴിച്ചിടണം. ഇപ്പൊ ക്വാട്ട എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസറിൽ സ്ട്രാറ്റ എന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റ എന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? അതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ശരിയാവണം എന്നില്ല, ഒരു 80% നിങ്ങൾക്ക് എന്തായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും അവിടെ കിട്ടുക. അപ്പം ക്വാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റ, ഗ്രൂപ്പ് എന്നുള്ള അർത്ഥമാണ്. സ്ട്രാറ്റ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ളൊക്കെ അർത്ഥമാണ്. അപ്പം അതെന്താണ്? ഒരു കണക്റ്റിംഗ് വേർഡ് ആണ്. അപ്പൊ ക്വാട്ട എന്ന് എഴുതിട്ട് ഹൈഫൺ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രാറ്റ എന്ന് തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് തന്നെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അടുത്തുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഓക്കെ, ആൻഡ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്?
കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസിങ് ദ നിയറസ്റ്റ് ഇൻഡിവിജ്വൽ ടു സെർവ് ആസ് എ റെസ്പോണ്ടന്റ് അല്ലെ. നിയറസ്റ്റ് ഇൻഡിവിജ്വൽ നമ്മൾ കൺവീനിയൻസിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നമ്മൾ അല്ലെ നമ്മളുടെ ഒരു സുഖത്തിനനുസരിച്ച് നമ്മളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾസ് കളക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ നിയറസ്റ്റ് ആളുകളിലെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ അടുത്ത് നിന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പൊ അതെന്താണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് ഇൻഡിവിജ്വലിൽ നിന്നായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ കൺവീനിയൻസിന്റെ നേരെ എഴുതേണ്ട വേർഡ് എന്ന് പറയുന്നത് എന്താണ്? നിയറസ്റ്റ് കേട്ടോ. കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിയറസ്റ്റ് എന്നുള്ളതായിരിക്കും വരിക. ഓക്കെ, ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്ത ഇനി എന്താണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സബ്ജക്ട് or sample from a large population in order to study and draw conclusion about the whole population. അതായത് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പോപ്പുലേഷൻ ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമുക്കൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ആളുകൾ അടുത്തൊന്നും ഡാറ്റ കളക്ട് ചെയ്ത് റിസർച്ച് നടത്തുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വലിയ ഒരു ആള് കൂട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് ആളുകൾ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പഠനം നടത്തുക. എന്നിട്ട് ഇപ്പൊ ഒരു 1000 ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു 200 ആളുകൾ മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ട് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡാറ്റ അവരുടെ നിന്നായിരിക്കും കളക്ട് ചെയ്യുക. അപ്പോ എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ മൊത്തമായിട്ട് 200 ആളുകൾ അടുത്തുനിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് 1000 പേരുടെ കൺക്ലൂഷനിലേക്ക് അങ്ങനെ എത്താണ് ചെയ്യുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് റിസർച്ച്, ഇതിന്റെ ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ലാർജ് പോപ്പുലേഷനിൽ നിന്നും ആളുകളെ എടുക്കാൻ വേണ്ടി അതിൽ കുറച്ച് സബ്സെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് കുറച്ച് സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൊത്തം പോപ്പുലേഷനും വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടില്ലേ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതെന്തുവാ, നമുക്ക് അത്രയും ആളുകൾ എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ടൈം ആവശ്യമുണ്ട്, കോസ്റ്റ്, നമുക്ക് ഭയങ്കര ചെലവ് വരും, നമ്മളുടെ എഫേർട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് റിസർച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇങ്ങനെ ഒരു സാമ്പിളിംഗ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ആണെങ്കിലും ചെലവാണെന്നുണ്ടെങ്കിലും നമ്മുടെ എഫേർട്ട് ആണെങ്കിലും ഒക്കെ ചുരുക്കാൻ വേണ്ടിയിട്ട്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ റിസർച്ച് നമുക്ക് മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇനി ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് പറയുന്നത്. ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുമ്പോൾ ബ്രോഡ്ലി മെയിൻ ആയിട്ട് നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ആയിട്ട് രണ്ടായിട്ട് സാമ്പിളിങ്ങിനെ എന്ത് ചെയ്യാം, 2 ഡിവിഷൻ ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളുടെ സിലബസ് എടുത്ത് നോക്കിയ സമയത്ത് സാമ്പിളിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സിലബസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, സാമ്പിളിംഗ് എന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്, റിസർച്ച് ഏരിയയിൽ സിലബസ് മാത്രമല്ല അതിന്റെ കുറച്ച് ചുറ്റുപറ്റിയിട്ടുള്ള ഏരിയയിൽ നിന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് റിസർച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, in a probability sampling every unit of population has known as equal chance of being selected അല്ലെ. സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസസ് ആണ് എന്ത് ചെയ്യുന്നത് ഉള്ളതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 100 ആളുകൾ ഉണ്ടെങ്കിൽ ആ 100 ആളുകൾക്കും ഒരേ ചാൻസ് ആണ് അവരെ സെലക്ട് ചെയ്യാൻ എന്നുള്ളതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുകൊണ്ട് പറയുന്നത്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, not every unit has known as equal chance of being selected. Selection depend on the research judgment or convenience. ഈക്വൽ ചാൻസ് അല്ല. ഈക്വൽ ചാൻസ് ആണെങ്കിൽ 100 ആളുകളെയും ഒരേപോലെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ആണെങ്കിൽ അത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും, 100 ആളുകൾക്കും ഒരേപോലെയുള്ള ചാൻസ് അല്ല, അവര് ഏത് ആൾക്കാരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് റിസർച്ച് നടത്തുന്ന ആളെ അയാളുടെ കൺവീനിയൻസും അയാളുടെ ജഡ്ജ്മെന്റ് ഒക്കെ അനുസരിച്ചിട്ടുണ്ടാവും ആരെ സെലക്ട് ചെയ്യണം ആരെ സെലക്ട് ചെയ്യണ്ട എന്നുള്ളത്. ഇതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ തന്നെ വരുന്നതാണ്
സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, ക്ലസ്റ്റർ സാമ്പിളിങ്. ഓക്കെ, സിമ്പിൾ അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരേ ചാൻസ് കൊടുക്കുക. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി ബൈ ചാൻസ്, ബൈ ചാൻസിൽ നമ്മളിപ്പോ ഒരു 100 ആൾക്കാരെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരുപാട് 61 വരട്ടെ, 50 വരട്ടെ, 2 വരട്ടെ, 3 വരട്ടെ, 7 വരട്ടെ, അല്ലെ 100 വരട്ടെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു നമ്പർ എങ്ങാനും കൊടുത്തിട്ട് അങ്ങനെ അവരെന്ത് ചെയ്യുക, പ്യൂർലി ബൈ ചാൻസ് ആയിട്ട് ഒരേ ഈക്വൽ ചാൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള സെലക്ഷൻ ആണ് എന്ത്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കാം, ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണോ, അതല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗിലാണ് ലോട്ടറി മെത്തേഡ് പെടുക, ചോദിക്കാറുണ്ട്. ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്തു വെക്കാം. അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് അല്ലെ. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ 100 ആളുകളുണ്ട്, അതിൽ നമ്മൾ പറയാം nth എലമെന്റ്, അതായത് 10ാമത്തെ ആള്, 20ാമത്തെ ആള്, 30ാമത്തെ ആള്, 40ാമത്തെ ആള്, 50ാമത്തെ ആള്, ഇങ്ങനെ 100ാമത്തെ ആള് അല്ലെ. അത്രയും ആളുകളെ സെലക്ട് ചെയ്യുക. nth അല്ലെങ്കിൽ 7ന്റെ ഗുണിതങ്ങള്, അല്ലെങ്കിൽ 5ന്റെ ഗുണിതം, 5ാമത്തെ ആള്, 10ാമത്തെ ആള്, 15ാമത്തെ ആള് എന്ന് പറഞ്ഞിട്ട് 5ന്റെ ഗുണിതങ്ങൾ, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ വരുന്ന സംഖ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. പറയുന്നതിൽ ഡൗട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ അവസാനം കുറച്ച് സമയം നമ്മൾ ഒരു ഡിസ്കഷന് വേണ്ടി മാത്രം മാറ്റിവെക്കാം. ഓക്കെ, അടുത്തത് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ് അല്ലെ. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്, അതായത് പോപ്പുലേഷൻ നമ്മൾ ഡിവൈഡഡ് ഇൻ ടു സ്ട്രാറ്റകളായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സ്ട്രാറ്റ എന്ന് ഞാൻ പറയുന്നത് എന്താ, സബ് ഗ്രൂപ്പ് അല്ലെ. സ്ട്രാറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ പറയണ ക്വാട്ട സാമ്പിളിംഗ് വേറെ ഉണ്ട് കേട്ടോ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വേറെ ഉണ്ട്. അപ്പം ഇത് ഇതിലാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വരുന്നത്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നമ്മൾ എന്ത് ചെയ്യും, ക്വാട്ട സാമ്പിളിംഗിനെ കുറിച്ചിട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ പോപ്പുലേഷൻ എന്താ ചെയ്യുക, കുറച്ച് ഗ്രൂപ്പുകൾ ആക്കിയിട്ട് തിരിക്കുക. സാമ്പിൾസ് ആർ റാൻഡംലി സെലക്ടഡ് ഫ്രം ഈച്ച് സ്ട്രാറ്റം. അതായത് ഒരു 100 ആളുകൾ എടുക്കുക, 100 ആളുകൾ എടുത്തിട്ട് ആദ്യത്തെ 10 ആൾക്കാർ ഒരു ഗ്രൂപ്പായി നിൽക്കുക, രണ്ടാമത്തെ 10 ആൾക്കാർ ഒരു ഗ്രൂപ്പ്, അങ്ങനെ 10 ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് 100 ആൾക്കാരെ നിർത്തുക. എന്നിട്ട് ഒന്നാമത്തെ 10 അല്ലെ, ഒരു 10 ഗ്രൂപ്പിൽ നിന്നും ഒരാളെ റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യുക, അടുത്ത ഗ്രൂപ്പിൽ നിന്നും വേറൊരാളെ റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യുക, വേറൊരു ഗ്രൂപ്പിൽ നിന്നും വേറൊരാളെ റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു 100 ആളുകളുണ്ട് നമ്മളടുത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 സ്ഥലം പറയാം, ആ 5 സ്ഥലത്തിന്റെ അടുത്ത് വരുന്ന ആളുകൾ ഓരോ ഗ്രൂപ്പ് ആക്കാൻ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന സ്ഥലത്ത് അടുത്ത് വരുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ്, ഇന്ന സ്ഥലത്ത് വരുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പാക്കി. എന്നിട്ട് അതിൽ ഒരു സ്ഥലത്തിൽ നിന്നും വരുന്ന ഒരേ ആൾക്കാരെ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക, അടുത്ത സ്ഥലത്ത് നിന്ന് വരുന്ന ഗ്രൂപ്പിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ചതിന് ശേഷം ആ ഗ്രൂപ്പിൽ നിന്നും ഒരാളെ റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോ ഏജ്, ഇപ്പൊ നമ്മൾ പറയാം 100 ആൾക്കാരുള്ള 25 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ്, 25 മുതൽ 50 വരെ ഒരു ഗ്രൂപ്പ്, 50 മുതൽ 75 വരെ ഒരു ഗ്രൂപ്പാക്കി, അങ്ങനെ 3 ഗ്രൂപ്പാക്കി. അതാണ് സ്ട്രാറ്റ, സബ് ഗ്രൂപ്പാക്കി. എന്നിട്ട് 25 വരെയുള്ള ഗ്രൂപ്പിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നു, അടുത്ത 25 മുതൽ 50 വരെയുള്ള ഗ്രൂപ്പിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നു, 50 മുതൽ 75 വരെയുള്ള ഗ്രൂപ്പിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നു. അത് ചിലപ്പോൾ നമ്മൾ മെയിൽ ആവാം, ഫീമെയിൽ, ട്രാൻസ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടായിരിക്കും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നടത്തുന്നത്. അടുത്തത് ക്ലസ്റ്റർ. ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ക്ലസ്റ്റർ. എൻറ്റയർ ക്ലസ്റ്റർ ആർ റാൻഡംലി സെലക്ടഡ്. സെലക്ടിങ് സ്കൂൾ ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് അല്ലെ. അതായത് പോപ്പുലേഷൻ നമ്മൾ എടുക്കാം, ഇന്ന ഏരിയയിലുള്ള ഒരു സ്കൂള്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു എൻറ്റയർ ക്ലസ്റ്റർ, ഒരു മൊത്തമായിട്ടായിരിക്കും, ഒരു പോപ്പുലേഷന് മൊത്തമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്യുന്നത്. അതായത് ഇന്ന സ്ഥലത്തെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികള്, ഓക്കെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത്
PG പഠിതാക്കളായിട്ടുള്ള കുട്ടികൾ അല്ലെ, അല്ലെങ്കിൽ BEd ചെയ്തുകൊണ്ടിരിക്കും ഇന്ന സ്ഥലത്തെ BEd കുട്ടികൾ, ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തിൽ പോപ്പുലേഷനെ മൊത്തമായിട്ട് നമ്മൾ ക്ലസ്റ്റർ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടമായിട്ട് നമ്മൾ പോപ്പുലേഷൻ ഓഫ് ആളുകളെ, ഒരു കൂട്ടം ആളുകളെ സെലക്ട് ചെയ്യുന്നതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ ക്ലാസ്? ഓക്കെ. അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവീനിയൻസ് സാമ്പിളിംഗ് അല്ലെ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണ് വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അതായത് സെലക്ടിങ് ഇൻഡിവിജ്വൽ ഹു ആർ ഈസിലി അവൈലബിൾ. നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആളെ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച്, റിസർച്ചറിന്റെ കൺവീനിയൻസിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുന്നതിനെയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് നിയർ ബൈ പീപ്പിൾ ആയിരിക്കും. ഓക്കെ, അവരാണ് നമുക്ക് തൊട്ടടുത്തുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് സമയമാണെങ്കിലും ക്യാഷ് ആണെങ്കിലും കോസ്റ്റിലെ ഒക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. പർപ്പസീവ് സാമ്പിളിംഗിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ സ്പെസിഫിക് പർപ്പസ് ഓർ ക്രൈറ്റീരിയ അല്ലെ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ വെക്കും, എന്നിട്ട് അവരെ സെലക്ട് ചെയ്യുന്നതിനാണ് പർപ്പസീവ് സാമ്പിളിംഗ് പറയുക. പർപ്പസീവ് എന്ന് പറയുമ്പോൾ അവരെ സെലക്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളിപ്പം ഇന്ന ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഇന്ന ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു ക്രൈറ്റീരിയ വെക്കുക. 10 വർഷത്തിന് കൂടുതൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമ്മൾ ഒരാളുകളെ സെലക്ട് ചെയ്യുന്നതിനാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റഡിക്ക് നമുക്ക് ആപ്റ്റ് ആണ് എന്ന് തോന്നുന്ന ആളുകളെ നമ്മൾ, അത് കുറച്ചും കൂടെ ആൻസർ അവർക്ക് കിട്ടും എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ആളുകളെ ഗ്രൂപ്പാക്കി മാറ്റുന്നത്. അടുത്തത് ക്വാട്ട സാമ്പിളിംഗ് ആണ്. ക്വാട്ട സാമ്പിളിംഗ് വന്നത് ഞാൻ പറഞ്ഞു നോൺ പ്രോബബിലിറ്റിയിലാണ്. സ്ട്രാറ്റിഫൈഡ് വന്നിട്ടുള്ളത് പ്രോബബിലിറ്റിയിലാണ്. ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ. പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യും, പോപ്പുലേഷനെ മാറ്റും. ഫിക്സ്ഡ് നമ്പർ ഓഫ് സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ്. നമ്മളുടെ ഉള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യാണ്, ഫിക്സ്ഡ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ആക്കി തിരിച്ചതിന് ശേഷം തന്നെ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും സാമ്പിൾസ് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ സെലക്ടിങ് ഈക്വൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാട്ട ഗ്രൂപ്പ്സ് ആക്കി മാറ്റി, എന്നിട്ട് അതിൽ നിന്നും ഒരു 10 മെയിൽസിനെ എടുക്കുന്നു, 10 ഫീമെയിൽസിനെ എടുക്കുന്നു. ഓക്കെ, ഇതാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരാം, സ്ട്രാറ്റിഫൈഡും ക്വാട്ട സാമ്പിളിങ്ങും ഏകദേശം ഒരേപോലെയല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്വസ്റ്റ്യൻ സാധാരണ വരുന്ന സമയത്ത് 2 ഓപ്ഷനും ഒരുമിച്ചിട്ടിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. അത് ഒന്നാമത്തെ കാര്യം. സ്ട്രാറ്റിഫൈഡും ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിട്ടിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, മറ്റേത് പ്രോബബിലിറ്റിയിലാണ്, ഇത് നോൺ പ്രോബബിലിറ്റിയിലാണ്. ഓക്കെ, സ്നോബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പന്റ് റെഫർ ന്യൂ പാർട്ടിസിപ്പന്റ്, യൂസ്ഫുൾ ഫോർ ഹിഡൻ ഓർ റയർ പോപ്പുലേഷൻ. അതായത് നമുക്ക് അധികം കിട്ടാത്ത ആളുകൾ, ഇപ്പം നമ്മൾ HIV പേഷ്യൻസിന്റെ അടുത്ത് എന്ത് ചെയ്യാണ്, എന്തെങ്കിലും പഠനം നടത്താണ്, റിസർച്ച് നടത്തുന്നത് HIV പേഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരാളെ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കൊരു പേഷ്യന്റിനെ കിട്ടി, ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടി. അയാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് HIV പോസിറ്റീവ് ആയിട്ടുള്ള വേറൊരാളെ അറിയോ? അപ്പൊ അയാൾ വേറൊരാളെ പറഞ്ഞുതരും. അങ്ങനെ 2ാമത്തെ ആളെ കിട്ടി. അങ്ങനെ 2ാമത്തെ ആളെടുത്തുനിന്ന് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് വേറെ ആളെങ്കിലും അറിയാം. അപ്പൊ അവരും ഒരു 3ാമത്തെ ആളെ തരും. അങ്ങനെ ചെയിനായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഡ്രഗ് യൂസേഴ്സ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ റാൻഡം സെലക്ഷൻ ആയിരിക്കും, നോൺ പ്രോബബിലിറ്റിയിലാണെങ്കിൽ നോൺ റാൻഡ് ആയിരിക്കും. ചാൻസ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നമുക്ക് അറിയാം, നോൺ അറിയുന്നതായിരിക്കും അല്ലെ. നോൺ പ്രോബബിലിറ്റിയിൽ അൺനോൺ ആയിരിക്കും. പിന്നെ ബയാസ് പ്രോബബിലിറ്റിയിലാകുമ്പോൾ ലെസ് ബയാസ് ആയിരിക്കും, നോൺ പ്രോബബിലിറ്റിയിലാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മോർ ബയാസിങ് കൂടുതലായിരിക്കും.
അക്യുറസി ഹൈ ആയിരിക്കും പ്രോബബിലിറ്റിയിൽ, അക്യുറസി കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും നോൺ പ്രോബബിലിറ്റിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. വൺ ലാബ്ലാസ് അസേർഷൻ ആൻഡ് അതർ ലാബ്ലാസ് റീസൺ അല്ലെ. അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡിറ്റി ക്യാൻ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രൊപ്പോർഷൻ ബൈ ഇറ്റ് സെൽഫ്. റീസൺ വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്സ്. നോക്കിക്കേ, വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രൊപ്പോർഷൻ ബൈ ഇറ്റ് സെൽഫ്. എന്താണ് അസേർഷൻ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അസേർഷൻ വായിക്കുക, ഓക്കെ അത് ശരിയാണോ നോക്കുക, റീസൺ വായിക്കുക അത് ശരിയാണോ സെപ്പറേറ്റ്ലി നോക്കുക. അങ്ങനെ അസേർഷൻ ശരിയാണോ, ഇപ്പൊ ഇവിടെ നോക്ക്, അസേർഷൻ ശരിയാണോ റീസണും ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ ഒരു മീനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അസേർഷൻ എന്താണ്, ആൻസർ കമന്റ് ചെയ്തോ. ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ സി, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ ഡി, എ ഈസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഓപ്ഷൻസ് വേഗം കമന്റ് ചെയ്തേ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. ഒരു ദിവസം കൂടി നമ്മൾ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എടുക്കും. ഓക്കെ, പെട്ടെന്ന് ഓപ്ഷൻ സി ആന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്ലൈഡിലൊരു ഇതുണ്ട്. ഓക്കെ, ഇതില് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ഓക്കെ, ഇത് സ്ലൈഡിൽ ചെറിയ ഇതുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് റെഡി ആക്കിയിട്ടായിരിക്കും PDF അയക്കാം കേട്ടോ. വാലിഡിറ്റി ക്യാൻ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രൊപ്പോർഷൻ ബൈ ഇറ്റ് സെൽഫ്. വാലിഡിറ്റി ഇതെന്താണ്, എ അസേർഷൻ ശരിയാണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു സ്വന്തമായിട്ടില്ലേ. ഓക്കെ, വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിംഗിൾ പ്രൊപ്പോർഷന് മാത്രം ബാധകമല്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർഗ്യുമെന്റ്സിന്റെ ഒരു സവിശേഷത ആയിട്ടുള്ള കാര്യം തന്നെയാണ് വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി എന്ന് പറയുന്നത്. ഒരു ആർഗ്യുമെന്റിനെ സംബന്ധിച്ചിടത്തോളം വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് റീസൺ ശരിയാണ്. അതിന്റെ അസേർഷൻ എ എന്ന് പറയുന്നത് എന്താണ്, വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിംഗിൾ പ്രൊപ്പോർഷന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. ആൻഡ് എ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ബി ആണ്. ഓക്കെ, റീസൺ ആണ് അല്ലെ. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസണിൽ തന്നിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, whether the result of a study can be generalized beyond the specific research context refers to. അല്ലെ, whether the result of a study, ഒരു സ്റ്റഡിയുടെ റിസൾട്ട് can be generalized beyond a specific research content. എന്താണ് ഓപ്ഷൻ എ, റിലയബിലിറ്റി ആണോ, റെപ്ലിക്കബിലിറ്റി ആണോ, ഇന്റേണൽ വാലിഡിറ്റി ആണോ, എക്സ്റ്റേണൽ വാലിഡിറ്റി ആണോ, ഏതാണ്? ഒരു സ്റ്റഡിയുടെ റിസൾട്ട് അല്ലെ, ഒരു റിസർച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യാൻ പറ്റും ബിയോണ്ട് സ്പെസിഫിക് റിസർച്ച് കോണ്ടെക്സ്റ്റ് അല്ലെ. ഒരു സ്പെസിഫിക് റിസർച്ച് കോണ്ടെക്സ്റ്റിൽ നിന്നും ജനറലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതിനെ റിലയബിലിറ്റി എന്നാണോ പറയാ, റെപ്ലിക്കബിലിറ്റി എന്നാണോ പറയാ, ഇന്റേണൽ വാലിഡിറ്റി എന്നാണോ പറയാ, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുക. ഒരുപാട് ആളുകൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി അല്ലെ, എക്സ്റ്റേണൽ വാലിഡിറ്റി അല്ലെ. എക്സ്റ്റേണൽ വാലിഡിറ്റി തന്നെ ആണ് അല്ലെ. എന്താ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether the finding of a study can be applied or generalized beyond a specific research context to the other people, place, situation or time period. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു റിസർച്ച് സ്റ്റഡി അല്ലെ, ഒരു റിസർച്ച് നമ്മൾ നടത്തി, ആ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അതിന്റെ അവസാനം നമുക്ക് എന്തായാലും ഒരു കൺക്ലൂഷൻ കിട്ടും, ഒരു ഫൈൻഡിങ്സ് നമുക്ക് കിട്ടും. ആ ഫൈൻഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇത് ജനറലൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ,
അപ്പൊ നമ്മളൊരു റിസർച്ച് നടത്തി, റിസർച്ചിന് ഒരു ഉത്തരം കിട്ടി, കൺക്ലൂഷൻ കിട്ടി, അല്ലെങ്കിൽ കുറച്ച് ഫൈൻഡിങ്സ് കിട്ടി. ആ ഫൈൻഡിങ്സ് നമ്മൾ വേറൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് വേറെ ആളുകളുടെ അടുത്ത്, വേറെ സ്ഥലത്ത്, വേറെ സിറ്റുവേഷനിൽ, വേറെ ടൈം പീരീഡിലൊക്കെ ആയിരിക്കാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഓപ്ഷൻ വേറെ തന്നിട്ടുണ്ടായിരുന്ന റിലയബിലിറ്റി, റെപ്ലിക്കബിലിറ്റി, ഇന്റേണൽ വാലിഡിറ്റി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഓപ്ഷനും കൂടെ എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ റിലയബിലിറ്റി എന്തുകൊണ്ടായില്ല, അത് നിങ്ങളും എക്സ്റ്റേണൽ വാലിഡിറ്റി എന്തുകൊണ്ടായി, റിലയബിലിറ്റി എന്തുകൊണ്ടായില്ല എന്ന് നോക്കുകയാണെങ്കിൽ റിലയബിലിറ്റി എന്താ എന്നുള്ളത് നിങ്ങൾ പഠിക്കും. റെപ്ലിക്കബിലിറ്റി എന്തുകൊണ്ടായില്ല, മറ്റു ഓപ്ഷനുകളൊക്കെ എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓപ്ഷനും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇങ്ങനെ ഓപ്ഷൻസിൽ മറ്റുള്ള തെറ്റായിട്ടുള്ള ഓപ്ഷൻസും കൂടെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പൊ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി ഓഫ് മെഷർമെന്റ് ഓർ റിസൾട്ട്, നോട്ട് ജനറലൈസേഷൻ. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ്. അപ്പൊ നിങ്ങളുടെ വേർഡ്സ് കണക്ട് ചെയ്യുന്ന കണക്ഷൻ ട്രിക്ക് അല്ലെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്വസ്റ്റ്യനിലുള്ള വേർഡ്, ഒന്നാമത്തെ ട്രിക്ക് ആണ് കേട്ടോ അത്, കണക്ഷൻ ട്രിക്ക്. ക്വസ്റ്റ്യനിലുള്ള വേർഡും ആൻസറിലുള്ള വേർഡും തമ്മിലുള്ള കണക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നത്. അപ്പം റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഒരു കൺസിസ്റ്റന്റ് മെഷർമെന്റ് ഓഫ് റിസർച്ച് ഈസ് നോട്ട് ജനറലൈസേഷൻ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലയബിലിറ്റി ആണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റണം, ഉത്തരം എന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം റിലയബിലിറ്റി എന്നുള്ള അതിന്റെ നേരെ ഹൈഫൺ ഇട്ട് എഴുതിക്കോ, കൺസിസ്റ്റൻസി. ഓക്കെ, അതാണ് കണക്റ്റിംഗ് വേർഡ് കേട്ടോ. refers to the consistency of measurement or the result, not generalization. മെയിൻ ആയിട്ട് നമ്മളുടെ റിസൾട്ടിന്റെ അല്ലെങ്കിൽ നമ്മളുടെ മെഷർമെന്റ്സിന്റെ കൺസിസ്റ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് റിലയബിലിറ്റിയിൽ. And replicability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the ability to repeat the study and obtain similar result, not applicability to other context. അല്ലെ, അതായത് റെപ്ലിക്കബിലിറ്റിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെയിം റിസർച്ച് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, ദ സ്റ്റഡി ആൻഡ് ഒബ്റ്റെയിൻ ദ സിമിലർ റിസൾട്ട്, നോട്ട് അപ്ലിക്കബിലിറ്റി ഓൺ ദ കോണ്ടെക്സ്റ്റ് അല്ലെ. അതായത് സിമിലർ റിസൾട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, റെപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ദ സെയിം സ്റ്റഡി പിന്നീട് നടത്താൻ പറ്റുകയാണെങ്കിൽ അതിനെ, അല്ലെങ്കിൽ നമ്മളുടെ ആൻസർ ഇല്ലേ, ജനറലൈസേഷൻ ആൻസർ ഒക്കെ വീണ്ടും നടത്താൻ പറ്റുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് റെപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം റെപ്ലിക്കബിലിറ്റിന്റെ നേരെയുള്ള കണക്ഷൻ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, റിപ്പീറ്റ്. ഓക്കെ, റെപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to whether the observed effect are truly due to the independent variable, not generalization. ഇതായത് മെയിൻ ആയിട്ട് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂലി ഡ്യൂ ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. രണ്ട് വേരിയബിൾ ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് മൊഡ്യൂൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. വേരിയബിൾ എന്താണ്, എന്തൊക്കെ ടൈപ്പ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് അധികം മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ കൊണ്ട് എന്താണ് ഇത്, ഒബ്സർവ്ഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് ഇന്റേണൽ വാലിഡിറ്റി കൊണ്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വാലിഡിറ്റി എന്താണ്, വേരിയബിൾ എന്താണെന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇൻ സർവേ റിസർച്ച്. സർവേ റിസർച്ചിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ആൻസർ, റെസ്പോണ്ടന്റ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്, ദേ എൻഹാൻസ് ദ കമ്പാരിറ്റബിലിറ്റി ഓഫ് ആൻസേഴ്സ്, they are useful for exploring new areas or one in which the researcher has limited knowledge. ഏതൊക്കെ ആണ് ശരിയായിട്ടുള്ളത്? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, അപ്പം ക്വസ്റ്റ്യനെയർ ഉണ്ട്. നമ്മൾ റിസർച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യാറുണ്ട്, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ പറയും.
ഇതില് ഇവിടെ റിസർച്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ആൻസർ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ ഈസി ടു പ്രോസസ് ആൻസർ പ്രോസസ് ചെയ്യാൻ ഈസി ആണ്. ആൻഡ് രണ്ടാമത്തേത് റെസ്പോണ്ടൻസ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാത്തതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിക്കുക. ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ആൻസർ പ്രോസസ് ചെയ്യാൻ ഈസിയാണ്. റെസ്പോണ്ടന്റ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. അവരുടെ ടേംസിൽ റെസ്പോണ്ടന്റിന് ആൻസർ പറയാൻ വേണ്ടി പറ്റും. ദേ എൻഹാൻസ് ദ കമ്പാരബിലിറ്റി ഓഫ് ആൻസർ കമ്പാരബിലിറ്റി എൻഹാൻസ് ചെയ്യും. ദേ ആർ യൂസ്ഫുൾ ഫോർ എക്സ്പ്ലോറിംഗ് ന്യൂ ഏരിയാസ് ഓർ വൺ ഇൻ വിച്ച് ദ റിസർച്ചർ ഹാസ് ലിമിറ്റഡ് നോളജ്. റിസർച്ചറിന് ലിമിറ്റഡ് നോളേജ് ഉള്ള ഏരിയകളിൽ അല്ലെ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പുതിയ പുതിയ ഏരിയകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഏതാണ് ഓപ്ഷൻ? എ ബി ആണോ? എ ബി സി ശരിയാണോ? ബി സി ഡി ആണോ ശരി? ബി എൻ ഡി ആണോ ശരി? ഏതാണ് ശരി? ബിയും ഡിയും ആണ് അല്ലെ. റെസ്പോണ്ടന്റ് ക്യാൻ ആൻസർ ഇൻ ദെയർ ഓൺ ടേംസ്. അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റെസ്പോണ്ടന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടേതായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ടന്റ് ക്യാൻ ആൻസർ അവരുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി, ദേ ആർ യൂസ്ഫുൾ ടു എക്സ്പ്ലോർ ന്യൂ ഏരിയ അല്ലെ. പുതിയ പുതിയ ഏരിയകളിലേക്ക് അവരുടെ ഇന്റർവ്യൂവിന്റെ റിസർച്ചറിന്റെ ലിമിറ്റഡ് നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ ഏരിയയിൽ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ആൻസർ. ഓപ്പൺ എൻഡഡ് റെസ്പോൺസിൽ എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ആർ ഡിഫിക്കൽട്ട് ഓപ്പൺ എൻഡഡിൽ ആൻഡ് ടൈം കൺസ്യൂം ആണ് ടു അനലൈസ് ബിക്കോസ് ആൻസർ ആർ വെരി വൈഡ്ലി. ആൻസർ പ്രോസസ് അല്ലെ വൈഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും പറയാം. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രോസസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ ആൻസർ ബി ശരിയാണ്, ആൻസർ ഡിയും ശരിയാണ്. ആൻസർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് കമ്പാരിറ്റബിലിറ്റി ഓഫ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ദി കമ്പാരിറ്റബിലിറ്റി. യെസ് ഓർ നോ ആണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പറ്റുക ക്ലോസ്ഡ് എൻഡഡ് ആണെങ്കിൽ. പക്ഷെ ഓപ്പൺ എൻഡഡ് ആവുമ്പോൾ ഡീറ്റെയിൽ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സ്ട്രാറ്റജി ദ പ്രിൻസിപ്പൽ ഓറിയന്റേഷൻ ടു ദ റോൾ ഓഫ് തിയറി ഇൻ റിലേഷൻ ടു റിസർച്ച്. ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ടൈപ്പിൽ പെട്ടിട്ടുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതില് പ്രിൻസിപ്പിൾ ഓഫ് ഓറിയന്റേഷൻ ടു ദ റോൾ ഓഫ് തിയറി ഇൻ റിലേഷൻ ടു റിസർച്ച് ഏതാണ്? ഇൻഡക്റ്റീവ് ആണോ? ഒബ്ജക്റ്റീവ്സ് ആണോ? ഡിഡക്റ്റീവ് ആണോ? കൺസ്ട്രക്റ്റീവ്സ് ആണോ? ഏതാണ് ഓപ്ഷൻ? ഏതാണ്? ഡിഡക്റ്റീവ് ആണ് അല്ലെ. ഡിഡക്റ്റീവ് ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഓറിയന്റേഷനിലെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ദ പ്രിൻസിപ്പൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് തിയറിയിലെ റോൾ ഓഫ് തിയറിയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ദ തിയറി യൂഷ്വലി അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിയറി യൂഷ്വലി കം ബിഫോർ ദ ഡാറ്റ കളക്ഷൻ. റിസർച്ചർ സ്റ്റാർട്ട് വിത്ത് എൻ എക്സസൈസിങ് തിയറി ഡ്രൈവ് ഹൈപ്പോത്തിസിസ് ദെൻ ടെസ്റ്റ് ദോസ് ഹൈപ്പോത്തിസിസ് യൂസിങ് എംപിരിക്കൽ ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്പർ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അപ്രോച്ച്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി, എന്തെങ്കിലും ഒരു തിയറി ഉണ്ടാകും, ആ ഒരു തിയറിനെ ഹൈപ്പോത്തിസിസിലെ ആ തിയറി വെച്ചിട്ട് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും. അതായത് ഇന്ന കാര്യങ്ങളായിരിക്കും റിസർച്ചിന്റെ അവസാനം ഫൈൻഡിങ്സിൽ ഇന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഹൈപ്പോത്തിസിസ് വെക്കും. അതിന്റെ ഡാറ്റ കളക്ഷൻ അല്ലെ, ഇതാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്.
ലിസ്റ്റ് 1 ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതുവരെ നമ്മൾ റിസർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതില് പ്രൈമറി ഗ്രൂപ്പ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ലേണിംഗ് ഗ്രൂപ്പ്, പബ്ലിക് ഗ്രൂപ്പ്, ഇത്രയാണ് ലിസ്റ്റ് 1 നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ലിസ്റ്റ് 2 members interact with one another to benefit an audience. Goal is to improve members' skills. Membership is based on sentiment. All members have a common problem. നോക്കിക്കേ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒന്ന് മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ട്രിക്ക് ആട്ടോ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് വെറുതെ കേട്ടോ, ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ സി 1 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ സി വരാത്തത് ക്യാൻസൽ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിമിനേഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് അറിയൂല എന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ചെയ്യാനാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ആൻസർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെമ്പർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ സെന്റിമെന്റ് ആണ് അല്ലെ. പ്രൈമറി ഗ്രൂപ്പിൽ സെന്റിമെന്റ് ബേസ്ഡ് ആണ് മെമ്പർഷിപ്പ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് ആ ഒരു രീതിയിലാണ് വരിക. അപ്പൊ അവിടെ നമ്മുടെ സെന്റിമെന്റ്സിനാണ് നമ്മളുടെ അല്ലെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബി അല്ലെ, ഓപ്ഷൻ ബി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ മെമ്പേഴ്സ് ഹാവ് എ കോമൺ പ്രോബ്ലം. എല്ലാ മെമ്പേഴ്സിനും ഒരു കോമൺ പ്രോബ്ലം ഉണ്ടായിരിക്കും. അടുത്തത് ലേണിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗോൾ ഈസ് ടു ഇംപ്രൂവ് മെമ്പേഴ്സ് സ്കില്ല് അല്ലെ. മെമ്പേഴ്സിന്റെ ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ലേണിംഗ് ഗ്രൂപ്പിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ്? മെമ്പേഴ്സ് ഇന്ററാക്ട് വിത്ത് വൺ അനദർ ടു ബെനിഫിറ്റ് ആൻഡ് ഓഡിയൻസ്. ഒരു ഓഡിയൻസിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ മെമ്പേഴ്സിന്റെ ആണ് ഇന്ററാക്ട് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി, ഫ്രണ്ട്സ് ആണ് എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അവിടെ വർക്ക് ആവുന്നത് സെന്റിമെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 3 ആണ് എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് ഇതിൽ എ എന്ന് പറയുന്നത് 3 ആയിട്ടുള്ളത് ഓപ്ഷൻ എയിലും ഓപ്ഷൻ ഡിയിലും മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആൻഡ് സി എന്ന് പറയുന്നതിൽ എ 3 അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഓപ്ഷൻ ബിയും സിയും തെറ്റാണെന്നുള്ളത് ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ ഓപ്ഷൻ എയും ഡിയും മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എന്നിട്ട് അടുത്തത് നോക്കുക. അപ്പം ലേണിംഗ് ഗ്രൂപ്പിൽ എന്തായാലും ലേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് 2 ആയിന്ന് കിട്ടും. സി എന്ന് പറയുന്നത് 2 ആയിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ എ ആണെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എലിമിനേഷൻ നടത്തിയിട്ട് ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പം പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇമോഷൻസ് അല്ലെ. ഇമോഷൻസിൽ വെച്ചിട്ടാണ് പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മളുടെ ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്തിനായിരിക്കും? ഷെയർ എ കോമൺ പ്രോബ്ലം ആൻഡ് സപ്പോർട്ട് വൺ അനദർ അല്ലെ. ഒരിക്കൽ എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പരസ്പരം ഒരു സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടായിരിക്കും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടിച്ചേർന്നിട്ടുണ്ടായിരിക്കുക. ഇനി ലേണിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ മെയിൻ എയിം ഈസ് ടു ഡെവലപ്പ് നോളേജ് ഓർ സ്കിൽസ് ഓഫ് മെമ്പേഴ്സ് അല്ലെ. ലേണിംഗ് ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ലേണിംഗ് ഗ്രൂപ്പിൽ. പബ്ലിക് ഗ്രൂപ്പിൽ എന്തായിരിക്കും? മെയിൻ ആയിട്ട് ഒരു പാനൽ ഡിസ്കഷന് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻ ആയിരിക്കും പബ്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എല്ലാവരും പറയണം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് ഏതാണ്? പൈത്തൺ, സി, ജാവ, ഗൂഗിൾ, ഏതാണ്? ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആൻസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും.
ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ള പൈത്തൺ ആണെങ്കിലും സി ആണെങ്കിലും ജാവ ആണെങ്കിലും ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പം ICT-യിൽ നിന്നുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പൈത്തൺ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, SQL, PHP, HTML, C#, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ പെട്ടിട്ടുള്ളതാണ്. ഇനി ഇവിടെ അടുത്ത ഓപ്ഷൻ ഗൂഗിൾ ആയിരുന്നു അല്ലെ. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ഫോണിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ലാപ്പ് ഇതിലൊക്കെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിളിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഗൂഗിൾ പോലുള്ള സാധനങ്ങളെയാണ് നമ്മൾ പറയുന്നതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് ഗൂഗിള്, യാഹു, പിന്നെ ഇന്റർനെറ്റ് അച്ചീവ്, മൈക്രോസോഫ്റ്റ് ബിങ്, ഇതൊക്കെ എന്താണ്, സെർച്ച് എഞ്ചിൻസ് ആണ്. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദെയർ ഡെവലപ്മെന്റ്. ഇതും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ICT ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ കുറച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട് 4 നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ലിനക്സ്, വിൻഡോസ്, മാക്കോക്സ്, MS ഡോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലിനക്സും വിൻഡോക്സും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. MS മാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് വന്നിട്ടുള്ള അല്ലെ, നമ്മളുടെ വന്നിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ. അപ്പം ഇത് വന്നിട്ടുള്ള ഇയർ എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ഒന്ന് അറിയോന്ന് നോക്കിക്കേ. ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, ഏതാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ബി ആന്ന് പറയുന്നുണ്ട്. ബി ആണ് അല്ലെ, BCAD അല്ലെ. അപ്പം ബി അല്ലെ. ആദ്യം വന്നിട്ടുള്ളത് MS ഡോസ് ആണ്, പിന്നെ വന്നിട്ടുള്ളത് മാക് ഓസ് ആണ്, പിന്നെ ലിനക്സ് വന്നു, പിന്നെ വിൻഡോസ് വന്നു. ഓക്കെ, ശരിയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. MS ഡോക്സ് വന്നിട്ടുള്ളത് 1981-ലാണ്. മൈക്രോസോഫ്റ്റ് അല്ലെ, മൈക്രോസോഫ്റ്റ് ആണ്. 1981-ൽ വന്നു. മാക്കോക്സ് വന്നിട്ടുള്ളത് ആപ്പിൾ മാൻഷർട്ട് ആണ്, 1984-ലാണ്. വിൻഡോസ് വന്നിട്ടുള്ളത് 85-ലാണ്. വിൻഡോസിന്റെ ഫസ്റ്റ് വേർഷൻ വന്നിട്ടുള്ളത് കേട്ടോ. ലിനക്സ് ഫസ്റ്റ് വേർഷൻ വന്നിട്ടുള്ളതാണ്. ലിനക്സ് 1991-ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാവർക്കും അറിയാം ഇയേഴ്സ് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അതിന് മുമ്പ് അല്ലെ, പണ്ട് കാലങ്ങളിൽ ഏർലി സമയത്ത് 1969-ല് യുനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CP_M എന്ന് പറഞ്ഞിട്ട് 1974-ലും MS ഡോസ് എന്ന് പറഞ്ഞാൽ 1981-ലുമാണ് പണ്ട് കാലങ്ങളിൽ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി മാറ്റം വന്നിട്ടുള്ളത് മാക്കോക്സിന്റെ 1984-ല്, വിൻഡോസ് 1 വന്നിട്ടുള്ളത് 1985-ല് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് OS/2 എന്ന് പറഞ്ഞിട്ടുള്ളത് 1987-ലും ലിനക്സ് 1991-ലും വന്നു. അതിനുശേഷമാണ് വിൻഡോസിന്റെ പല വേർഷനുകളും വന്നിട്ടുള്ളത്. വിൻഡോസ് 95, XP, 7, 10, 11 അല്ലെ, ഇതൊക്കെ വന്നിട്ടുള്ളത് അതിന് ശേഷമാണ്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന മൊബൈൽ സംഭവത്തിന്റെ ഓപ്പറേഷൻ സിസ്റ്റത്തിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് സിംബിയാൻ OS എന്ന് പറയുന്നത് 1997-ലും ബ്ലാക്ക്ബെറി OS എന്ന് പറയുന്നത് 1999-ലുമാണ് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് 2007-ലാണ് iOS അല്ലെ, ഐഫോണിന്റെ iOS വന്നിട്ടുള്ളത്, ഓപ്പറേഷൻ സിസ്റ്റം വന്നിട്ടുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് വന്നിട്ടുള്ളത് 2008 സമയത്തുമാണ്. ഇതിൽ ജസ്റ്റ് ഒരു എക്സാം, ഓൾഡസ്റ്റ് OS ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പഴയ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, ഏറ്റവും പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുനിക്സ് ആണ് കേട്ടോ, 1969-ല്. പിന്നെ ഫസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. പിന്നെ ഫസ്റ്റ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ആണ്. മോസ്റ്റ് യൂസ്ഡ് അല്ലെ, നമ്മളുടെ മൊബൈൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. ഓക്കെ, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് ഓർ സ്റ്റോറേജ് ആർ വോളറ്റൈൽ? അല്ലെ, ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റാം, റോം, ക്യാഷ്, SSD, HDD. ഇതിലൊക്കെ ഏതൊക്കെയാണ് മെമ്മറിയിൽ വോളറ്റൈൽ മെമ്മറി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 3 പറയുന്നുണ്ട്. ഓപ്ഷൻ 3 എന്ന് പറയുമ്പോൾ A ആൻഡ് C ഒള്ളിയാണ് അല്ലെ, റാമും ക്യാഷും ആണ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ C ആണ്. എല്ലാവരും ഓപ്ഷൻ C ആണ് പറയുന്നത്. അതെ അല്ലെ, ഓപ്ഷൻ C ആണ്. അപ്പം നിങ്ങൾക്ക് ICT ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? കമ്പ്യൂട്ടർ റിലേറ്റഡ് ICT ക്ലാസ് കിട്ടിയോ? കൃത്യമായിട്ടുള്ള ആൻസറുകൾ വരുന്നുണ്ട്. ഓക്കെ, കൃത്യമായി. ഓക്കെ, നമുക്ക് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കാം അല്ലെ. അവിടെ വോളറ്റൈലും നോൺ വോളറ്റൈൽ മെമ്മറി ആണ്. ഏതൊക്കെയാണ്? ഇപ്പൊ റാം അല്ലെ, ഇവിടെ ഫസ്റ്റ് തന്നിട്ടുണ്ട് റാമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. അത് വോളറ്റൈൽ മെമ്മറി ആണ് അല്ലെ. പിന്നെ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ ആണ്, റീഡ് ഓൺലി മെമ്മറി. ക്യാഷ് മെമ്മറി വോളറ്റൈൽ ആണ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നതും നോൺ വോളറ്റൈൽ ആണ്. ഇനി നോക്കി കഴിഞ്ഞാല് റാം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ലോസസ് ഡാറ്റ വിത്തൗട്ട് പവർ ഇല്ലേ, പവർ ഓഫ് ചെയ്യുന്ന പവർ ഇല്ലാത്ത സമയത്ത് ഡാറ്റ ലോസ് ആയി പോകും. എവിടുന്ന്? റാൻഡം ആക്സസ് മെമ്മറിയിൽ നിന്നും. പിന്നെ പെർമനന്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോം, റീഡ് ഓൺലി മെമ്മറി യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ക്യാഷിലാണെന്നുണ്ടെങ്കിലും പവർ ആവശ്യമുണ്ട് അല്ലെ. പെർമനന്റ് സ്റ്റോറേജ് ആണ് SSD ആണെങ്കിലും HDD ആണെങ്കിലും ഒക്കെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് റിസർച്ചിൽ നിന്നുള്ള മൊഡ്യൂൾ ക്വസ്റ്റ്യൻ നോക്കി, കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ളത് നോക്കി, അതുപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ അല്ലെ, ICTയിൽ നിന്നുള്ളത് അല്ലെ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യനും കുറച്ച് നമ്മൾ നോക്കി. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ മൊഡ്യൂൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, നമ്മളുടെ ബാക്കി 3 മൊഡ്യൂളിന്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ലൈവില് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇപ്പോഴെല്ലാം നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.